ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു മക്രോണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മളെ മെയിൻ ഷെഫ് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്താണ് എനിക്ക് കൂടി ആ മക്രോണി ഒന്ന് ഉണ്ടാക്കി തരുമെന്ന്. അങ്ങനെ ഫൈനലി ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. ശുഭലക്ഷണം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ സബോള കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സബോള വാങ്ങാൻ പോയപ്പോൾ അവിടെ കട അടച്ചിട്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു വഴി എന്ന് പറയുന്നത് ഈ ചൈൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് സബോള സെറ്റ് ചെയ്യാം. കമോൺ. ഈ ചായ സബോള വാങ്ങി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനായിട്ട് ആദ്യം മക്രോണി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുത്ത മക്രോണി നമുക്ക് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഷെഫ് പിള്ള പറയൂ. ഒന്നും പറയണില്ലല്ലോ. അതായത് നമ്മളിത് വേവിച്ചെടുക്കുക, കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിക്കുക, അതിങ്ങനെ പിടിച്ചിരിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ഒരൊറ്റടി. കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലാട്ടോ അതിലൊഴിക്കേണ്ടത്. ഞാനും ഉണ്ടാക്കാറൊക്കെ ഉണ്ട് മക്രോണി, പക്ഷേ വീഡിയോയിൽ കണ്ട് ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണല്ലോ. ആയിട്ട് കുറച്ച് ഓയിലാട്ടോ ഒഴിക്കേണ്ടത്. കുറച്ച് ഒഴിച്ചാൽ മതി അല്ലേ? കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. എനിക്കറിയാം നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാന്നൊക്കെ അറിയാം, എന്നാലും നമ്മൾ പറയണോന്നുള്ളൂ. നമ്മുടെ സബോളയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് പണി തുടങ്ങാം. രണ്ട് സബോള എടുക്കണ്ട. സോറി നമുക്ക് ഒരു സബോള വേണം. സബോളയുടെ ഒപ്പം 2 തക്കാളി. അങ്ങനെ 2 തക്കാളി 1 സബോളയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇത് സോസേജ് ആണ്. നമ്മൾ നമ്മുടെ മക്രോണിൽ കുറച്ചുകൂടി സ്പെഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെ ആഡ് ചെയ്യണേ? ഇവളുടെ ഭാഷയിൽ ഇതിന് പട്ടിയിറച്ചി എന്ന് പറയാം, പക്ഷെ എന്റെ ഭാഷയിൽ ഇത് സോസേജ് ആണ് കേട്ടോ. ഇതറിയണ ആരും കുഞ്ഞിതാക്കിയത് അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. മമ്മിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. മമ്മിയോട് പറയാനുള്ളത് മമ്മിക്ക് ഈ സാധനം തീരെ ഇഷ്ടമില്ല. നമ്മൾ ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ മമ്മീനെ കുറിച്ച് അറിയാൻ പാടുള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സോസേജ് ഇഷ്ടമില്ലാന്ന് പ്ലീസ് കമന്റ് ബിലോ. എനിക്ക് ഇഷ്ടല്ലേ? ഇത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല. ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചേട്ടാ ഉണ്ടാക്കാറില്ലേ? അങ്ങനെ നമ്മള് വീഡിയോ എടുക്കുന്ന ഇടയില് ചേട്ടൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഡീസന്റ് ആയി ചേട്ടൻ, പെട്ടെന്ന് ഡീസന്റ് ആയി. ചേച്ചി കുറച്ച് പ്രൊഫഷണൽ ആയ കാരണം നല്ല സൂപ്പർ ആയിട്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്താണ്. അല്ല, മടി അവളോട് അരിയാൻ പറഞ്ഞപ്പോ അവൾക്ക് കണ്ണെരിയ. എന്തായിരുന്നു കണ്ണെരിയാണ്ടിരിക്കുള്ള ടിപ്പാണ് കഴിച്ചത്. സവാള എടുത്ത് ചെവിയിൽ വെച്ച കണ്ണെരിയില്ല. ഒന്ന് വെച്ചിട്ടൊന്ന് അരിഞ്ഞേ. അങ്ങനെയും പറയാറുണ്ട്. അവൾ കുത്തി വെച്ചിട്ട് അരിഞ്ഞു നോക്കാം. ഒന്നരി. ഞാൻ എനിക്ക് കണ്ണെരിയണില്ല, നിനക്കല്ലേ? എനിക്കല്ലേ നിനക്കാണ്. കഴിഞ്ഞില്ല ഇപ്പൊ ഇത്. കഴിഞ്ഞ നമുക്ക് മുട്ട പൊരിക്കണം. ഞാൻ പൊരിക്കണ. നമ്മൾ ഈ കാശ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഇതിന് എന്തുകൊണ്ടാണ് ഈ പട്ടി ഇറച്ചി ഹോട്ട് ഡോഗ് എന്ന് പറയണേന്ന്? അപ്പൊ ഇതില് പട്ടി ഇറച്ചിയാണോ എന്നാണ് ചേച്ചിയുടെ സംശയം. അതും വല്ല ചോക്ലി പെട്ടിയാണോ എന്നുള്ള സംശയമുണ്ട്. ചേട്ടൻ പറയൂ, എന്തുകൊണ്ടാണ് ഹോട്ട് ഡോഗ് എന്ന് പറയുന്നത്? ശരിക്കും അതിന്റെ പേര് ഹോട്ട് ഡോഗ് എന്നല്ലേ? ആണോ? അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് മുട്ട പൊരിക്കലാണ്. അങ്ങനെ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ നോൺ സ്റ്റിക്കിലെ വുഡിന്റെ ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? പിന്നെ നീ ഇതിന്റെ യൂസ് ചെയ്തേ. അപ്പൊ നമുക്ക് ഇതന്നെ മതി. നമ്മൾ മുട്ട കുത്തി പൊരിച്ചത് വേറൊരു പാത്രത്തേക്ക് മാറ്റാണ്. ഇനി നമ്മൾ ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മക്രോണി ചെയ്യാൻ പോകുന്നത്. ഇവിടെ തീരെ നമുക്ക് ലൈറ്റിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓയിൽ ഒഴിക്കാം. ഇത് ഓയിൽ എന്ത് ഈ കളറ്? ഇത് തവിടെണ്ണയാണത്. ശരിക്കും ഓയിലാണ് ഒഴിക്കേണ്ടത്. ഇവിടെ കാണാനില്ല, എനിക്കറിയില്ല ഇവിടെ എവിടെയാണ്. ഇവിടെ എന്തോ ഒരു വേറെ എണ്ണയല്ലേ യൂസ് ചെയ്യണേ? ഈ ചൂടായി വന്നു കഴിഞ്ഞാല് നമുക്ക് ഇതിലേക്ക് കുനുകുനാന്നരിഞ്ഞ സബോള ആഡ് ചെയ്യാം. ഇത് പക്ഷെ കുനുകുനല്ല, വലുവന്നെയാണ്. നമുക്കിത് എങ്ങനെയായാലും നമ്മളത് കഴിക്കും. പിന്നെ എങ്ങനെ അരിഞ്ഞാലും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. കുഴപ്പമുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം.
ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. കുക്കിനെ കുറിച്ച് 2 വാക്ക്. അന്ന് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഹോട്ട് ഡോഗ് എന്ന് പറയാൻ കാരണം? ചേട്ടന്റെ ഒരു വിദഗ്ധമായ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് ഞാൻ ചോദിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു ഹോട്ട് ഡോഗ് എന്നുള്ളൊരു ബ്രാൻഡിന്റെ പേരായതുകൊണ്ട് അതിന് ഹോട്ട് ഡോഗ് എന്ന് വന്നേന്ന്. അപ്പൊ അതിനുള്ളത് പട്ടിയിറച്ചിയാണോ? അതാണ് സംശയം. ഇപ്പോ താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചേർക്കേണ്ടത് ഉപ്പ്. അത് കഴിഞ്ഞ് പുറകെ ചേർക്കേണ്ടതാണ് കാശ്മീരി ചില്ലി. ജസ്റ്റ് മിസ് നമ്മുടെ മഞ്ഞൾ പാത്രം താഴെ പോയേനെ. മമ്മി ഇവിടെ ഇല്ല. മമ്മി കുടുംബ സമ്മേളനത്തിന് പോയത് കൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് അടുക്കളയിൽ കയറി ഇങ്ങനെ ഓരോന്ന് ചെയ്യണേ. അല്ലെ മമ്മിക്ക് ഇതൊക്കെ കണ്ട ഹാർട്ട് അറ്റാക്ക് ആവും. മമ്മി ഇത് നമ്മൾ സർപ്രൈസ് ആണ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സബോള നന്നായി വഴണ്ടു. നമ്മൾ കുറച്ച് പൊടികളൊക്കെ ഇട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ആയിട്ടില്ല കേട്ടോ, സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഏതാ ചേർക്കേണ്ടത്? തക്കാളിയാണോ? 2 ചേർക്കാം. സോസേജ് പിടിക്കണ്ട. ആദ്യം നമുക്ക് തക്കാളി ചേർക്കാം. കുറച്ച് തക്കാളി ഇടാം. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ സോസേജ്. നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇപ്പൊ മസാല ഇല്ലാത്ത പ്ലെയിൻ സോസേജ് ആണ്. പക്ഷെ കുറച്ചും കൂടി നല്ലത് മസാല ഉള്ളതാണെന്നാണ് ചേച്ചി പറയണം. ചേച്ചി ഉണ്ടാക്കിയപ്പോ മസാല ഉള്ള വെച്ചുണ്ടാക്കിയേ. അപ്പൊ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാല് സോസേജിന് തലക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം പിടിക്കട്ടെ. ഞാൻ ഇളക്കി കൊടുക്ക. ഗൈസ് ഇവിടെ ലൈറ്റിന് ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഗൈസ് നിങ്ങൾ അടുക്കള കണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇവിടെ യുദ്ധക്കളമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യണം കേട്ടോ. അതില് വളരെ കുറച്ച് മതി. നെക്സ്റ്റ് ഒഴിക്കാൻ പോകുന്നത് സോയാ സോസ് ആണ്. കുറച്ച് വെച്ചാൽ മതിട്ടാ. ആളിച്ചിരി പശകന മാഗി. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അല്ല കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേവിക്കണ നേരത്ത്. അപ്പം ജസ്റ്റ് ഇതിൽ വെള്ളം വറ്റിക്കാത്തതാണ്. നമ്മൾ മസാല ഒക്കെ ഇട്ടതിന് ശേഷം ഒറ്റയടിക്ക് ഒരു വറ്റിക്കില്ല. ഇനി നമ്മൾ മുട്ട ഇടാൻ പോവാം. കളർഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ കാണാൻ തന്നെ. നമുക്ക് അടുത്തത് നമ്മുടെ മക്രോണിയാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ വേവിച്ച് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ആഡ് ചെയ്യാം. ഇതിന് കുറച്ച് വേവ് കൂടിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വേവ് കുറയ്ക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ? നമുക്ക് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. അങ്ങനെ ചേട്ടൻ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തിലേ കുറച്ച് ഉപ്പ് കുറവുണ്ടെന്നാണ് കേട്ടോ. അന്നോട് പരിഹരിച്ചേക്കാം. മമ്മി എന്താ മമ്മി കപ്പൊക്കെ എന്തിനാ? നമുക്കിതിലെ 2 സ്ലൈസ് ചീസ് ഊൺ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസി മക്രോണി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റാം കേട്ടോ. ഗൈസ് ദാ നമ്മുടെ ചീസി മക്രോണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണ്ടേ? എങ്ങനെയുണ്ട്? നല്ല ചീസി ആയിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസിയും നല്ല ചീസൊക്കെ ആയിട്ടുള്ളതാണ്. താങ്ക്സ് ടു കൊച്ചേച്ചി. പക്ഷെ മസ്റ്റ് ട്രൈ ഒന്നും അല്ല കേട്ടാ. വലിയ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ മസ്റ്റ് ട്രൈ എന്ന് പറയാനുള്ളതൊന്നുമില്ല. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സാധനം തന്നെ കേട്ടാ. കൊള്ളാം. കുറച്ചുകൂടി ടേസ്റ്റ് വന്നാൽ ചീസിന്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ക്രീം, ഫ്രഷ് ക്രീം. എങ്ങനെയുണ്ട് മക്രോണി? അഭിപ്രായം പറയൂ. എല്ലാവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ സാധനം തന്നെയാട്ടത്. അത്ര മോശമൊന്നല്ല. പറയൂ, ഭാര്യയുടെ കുക്കിങ്ങിനെ കുറിച്ച് 2 വാക്ക് പറയൂ.
കുറച്ച് എക്സ്പ്രഷൻ അടിപൊളി പറയൂ. എങ്ങനെയുണ്ട് മാമേ? മാമ പറയൂളാ. അതെ, യെസ്, നമുക്ക് അതാണ് വേണ്ടത്. മമ്മി മമ്മി പറയൂ, എങ്ങനെയുണ്ട് കൊച്ചേച്ചിയുടെ മക്രോണി? ഗൈസ്, എല്ലാവരും മാക്കുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് ചിക്കൻ സാൻഡ്വിച്ചും ഒരു ചൂട് ചായയും കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണോ വീഡിയോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.